അപ്പോൾ ബാലൻ ദ ബോയ്, ഇത് ബാലൻ ദ ബോയ് എന്നുള്ള മലയാളം സിനിമ ചിദംബരം ഡയറക്റ്റ് ചെയ്ത് തുമാധവൻ കഥ എഴുതിയ ഷൈജു ഖാലിദ് ക്യാമറ ചെയ്തിട്ടുള്ള സുഷിൻ ഷാ മ്യൂസിക് ചെയ്തിട്ടുള്ള ബാലൻ ദ ബോയ് എന്നുള്ള പടം ജൂൺ 19 വെള്ളിയാഴ്ച 2026 റിലീസായി. ഇന്ന് ജൂൺ 20. ഞാൻ ഇന്നലെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ആ പടം കാണാനിടയായി. ഞാൻ ഇതിനെക്കുറിച്ച് ഇതിന്റെ ഷോർട്ട് റിവ്യൂ, ഇതൊരു മസ്റ്റ് വാച്ച് ആണെന്നും ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇതൊരു മലയാളത്തിലെ ഏറ്റവും നല്ല പടം ഞാൻ പറയില്ല, പക്ഷെ മലയാളത്തിലെ 100 നല്ല പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇടം നേടാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ചിദംബരം ഇതിനു മുൻപ് ചെയ്തേക്കുന്ന മഞ്ഞുമൽ ബോയ്സും ജാനമനുമാണ്. ഈ രണ്ട് പടം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബാലൻ ദ ബോയ് വിചാരിച്ച അത്രയും എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞില്ല. കാരണം എനിക്ക് മഞ്ഞുമൽ ബോയ്സും ജാനമനും എന്നെ സംബന്ധിച്ച് മലയാള സിനിമയിലെ എന്റെ ഫേവറേറ്റ് 25 പടങ്ങളിൽ വരുന്നൊരു പടമാണ്. കാരണം ജാനമൻ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ അത്ര വലിയ പടമാണോ ജാനമൻ എന്ന് ചോദിക്കും. പക്ഷെ ഇഫ് യു ലുക്ക് അറ്റ് ജാനമൻ ചിദംബരത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. ഒരു ഡെബ്യൂ ഡയറക്ടർ ചെയ്ത് വെക്കാൻ പറ്റാവുന്ന അത്രയും മാജിക് ഉള്ള സിനിമയ്ക്ക് അത് ചെയ്തിട്ടുണ്ട് ജാനമനിൽ. കാരണം ബേസിൽ ആദ്യമായിട്ട് അഭിനയിച്ച് ഞാൻ കണ്ടത്, ഒരു കോമഡി റോളിൽ അഭിനയിച്ച് കണ്ട സിനിമ സത്യം പറഞ്ഞ ജാനമനാണ്. കോവിഡിന്റെ സമയത്ത് ഇറങ്ങി തിയേറ്ററിൽ എത്രത്തോളം കളക്ഷൻ നേടിയെന്ന് എനിക്കല്ല. പടം സൂപ്പർ ഹിറ്റ് ആണ്. പക്ഷെ ഒരുപാട് പേര് ആ പടം കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ജാനമൻ. ആൻഡ് to think that was Chidambaram's first movie and Basil got into acting, I think one of his first movies was Janaman, and then you know what Basil has achieved as an actor also. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജാനമൻ എന്നെ സംബന്ധിച്ച് എന്റെ ഫേവറേറ്റ് 25 മൂവീസിൽ ഇടം പിടിക്കുന്ന ഒരു പടമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ എന്താ പറയുക റിവ്യൂ ചെയ്യുമ്പോൾ ഒരാൾക്കും എല്ലാ ഓഡിയൻസിനെയും പൾസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവി ഈസ് വെരി പേഴ്സണൽ മീഡിയം ഫോർ എവറിബഡി. നമ്മൾ വളരുമ്പോൾ കണ്ടിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ലൈഫിനെ എങ്ങനെ നോക്കി കാണുന്നു, നമ്മുടെ ഇമോഷൻസ്, നമുക്ക് നമ്മുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്സ്, അതിനൊക്കെ ആസ്പദമായിട്ടാണ് പല സിനിമകളും നമുക്ക് വർക്ക് ആവാം. അപ്പൊ എന്റെ പേഴ്സണൽ പെർസ്പെക്ടീവിൽ എനിക്ക് ജാനമനും മഞ്ഞുമൽ ബോയ്സ് ഇതുപോലെ തന്നെ എനിക്ക് ഭയങ്കര സർവൈവൽ ത്രില്ലേഴ്സ് ഒരിക്കലും ഇഷ്ടമില്ലാത്ത പടങ്ങളാണ്. കാരണം ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. ഒരാൾ എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാൾ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് സർവൈവൽ ത്രില്ലേഴ്സിന്റെ ക്രക്സ്. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ്, അതിന്റെ ഓഡിയോ എസ്പെഷ്യലി, അതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എസ്പെഷ്യലി സുഷിൻ ചെയ്തു വെച്ചേക്കുന്നത്, അതിന്റെ ആ ഒരു ക്രാഫ്റ്റും, ഞാനത് തിയേറ്ററിൽ വളരെ വൈകി കണ്ടൊരു പടമാണ്. കാരണം ഞാൻ ആ സമയത്ത് ശബരിമല വ്രതത്തിന്റെ ഇടയിലായിരുന്നു. അതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സും പ്രേമലും എനിക്ക് മിസ്സായ പടങ്ങളാണ് തിയേറ്ററിൽ. പക്ഷെ പിന്നെ മഞ്ഞുമൽ ബോയ്സ് 2 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ, 41 ദിവസത്തെ വ്രതം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ശബരിമലയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഏകദേശം 2 മാസത്തോളം ബാംഗ്ലൂർ തിയേറ്ററിൽ കളിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര മൈൽ സ്റ്റോൺ ആണ്. മലയാള സിനിമകളിൽ വളരെ അപൂർവങ്ങളായിട്ടായിരിക്കും 2 മാസമൊക്കെ ബാംഗ്ലൂർ പോലത്തെ സിറ്റിയിൽ ആ പടത്തിന് തിയേറ്റർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ തിരിച്ചു വന്നിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് കണ്ടത്. വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഒരു സർവൈവൽ ത്രില്ലറിന് എന്തുണ്ടാവാമെന്ന് വിചാരിച്ചു പോയി കണ്ട പടമാണ്. പക്ഷെ അതെന്നെ പ്രെഡിക്റ്റബിൾ സ്റ്റോറി ലൈൻ ആയിട്ട് പോലും അതെന്നെ ഭയങ്കരമായിട്ട് ഹുക്ക് ചെയ്തു അവിടെ. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ പടം അത് ഭയങ്കര മനുഷ്യന്റെ സൈക്കോളജിക്കൽ ലെയേഴ്സിലേക്ക് അത് ഭയങ്കരമായിട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഫിയർ എന്നുള്ള ഫാക്ടറിനെ അത് ഭയങ്കരമായിട്ട് അത് നമ്മുടെ ഉള്ളിലുള്ള ഫിയേഴ്സിനെ അത് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ പടം കണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര എന്റെ റിയൽ ലൈഫിൽ തന്നെ പല സംഭവങ്ങളും എന്റെ ഫിയേഴ്സ് പുറത്തേക്ക് വന്നിട്ട് പല ജീവിതാനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ പടം കണ്ടു കഴിഞ്ഞതിന് ശേഷം. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കിയ പടമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. അപ്പൊ അത്രയും എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഞാൻ ബാലൻ ദ ബോയ് എന്ന സിനിമയ്ക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് ബാലൻ ദ ബോയ് ഞാൻ അത്രയും എക്സ്പെക്ടേഷനിൽ പോയതുകൊണ്ട് ഞാൻ 100% എക്സ്പെക്ട് ചെയ്തിരുന്നത് എനിക്കൊരു 95% ആ പടം ഡെലിവർ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതിനേക്കാളും വലിയ ട്വിസ്റ്റും ഒരു ഭയങ്കര ത്രില്ലർ ആയിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതൊരു ഇമോഷണൽ ജേർണി തന്നെയാണ്. ഞാൻ മുൻപ് പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സിൽ ചിദംബരത്തിന്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഉള്ളിലെ പേടികൾ, ആൾക്കാരുടെ ഉള്ളിലെ സൈക്കോളജിക്കൽ, അവരുടെ ഉള്ളിലുള്ള സൈക്കോളജിയെ, സബ് കോൺഷ്യസ് ഫിയേഴ്സിനെയും സബ് കോൺഷ്യസ് നീഡ്സിനെയും വാണ്ട്സിനെയൊക്കെ അങ്ങനെ അറൗസ് ചെയ്യുക എന്നുള്ളതാണ് ചിദംബരത്തിന്റെ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ്. പക്ഷെ അത് ബാലൻ ദ ബോയ് എന്ന സിനിമയിൽ പുള്ളി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓവർ എക്സ്പെക്ടേഷൻ അമിതഭാരമൊക്കെ ഇറക്കി വെച്ച് ബാലൻ ദ ബോയ് ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് മലയാള സിനിമയിലെ 100 അടിപൊളി സിനിമകൾ അല്ലെങ്കിൽ ബെസ്റ്റ് മെയ്ഡ് മൂവീസിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു സിനിമയാണ്. ചിദംബരം ഡെഫിനറ്റ്ലി ഇപ്പൊ പത്മരാജൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ന്യൂ ജനറേഷന്റെ പുതിയ 2020 കാലഘട്ടത്തിന് ശേഷം മലയാളത്തിലേക്ക് വന്ന സംവിധായകരിൽ ഞാൻ അത്രയും ക്രാഫ്റ്റ്സ്മാൻ, ഇപ്പൊ പത്മരാജനൊക്കെ നമ്മൾ ലെജൻഡ്സ് ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. ചിദംബരം ഇസ് 3 movies old, but in that 3 movies he's done such range and variety of movies that he gives me a lot of hope that മലയാളം സിനിമ ഇനി സ്റ്റുഡിയോസും ഈ പറഞ്ഞ ഇപ്പൊ ബോളിവുഡിൽ നിന്നൊക്കെ ഒരുപാട് അറ്റൻഷൻ വരുന്നുണ്ട് മലയാളം സിനിമയിലേക്ക്. അവർ വന്ന് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി കുട്ടിച്ചോറാക്കാത്തോളം കാലം ഇതുപോലുള്ള നല്ല ഫിലിം മേക്കേഴ്സും നല്ല വിഷണറി ആയിട്ടുള്ള ആൾക്കാർ, അതും എസ്പെഷ്യലി സബ് കോൺഷ്യസ് ലെവൽ അല്ലെങ്കിൽ സൈക്കോളജിക്കലി നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ ടാപ്പ് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കുന്ന ഡയറക്ടേഴ്സ് മലയാള സിനിമയിൽ ഉള്ളത്തോളം കാലം ഐ ഫീൽ വെരി വെരി ഗുഡ് അബൌട്ട് മലയാളം സിനിമ. ആൻഡ് ബാലൻ ഡെഫിനറ്റ്ലി ഈസ് എ സ്റ്റോറി അബൌട്ട് എ മോം ആൻഡ് എ സൺ. ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ജേർണിയാണ് ആ പടം എന്ന് പറഞ്ഞത്. നമുക്ക് ശരിക്കും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും. നമ്മൾ ആ കുട്ടിയായിട്ട് ഞാൻ എസ്പെഷ്യലി ഒരു ആൺകുട്ടി ആണല്ലോ അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ബാലൻ ദ ബോയ് എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറായിട്ട് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ ചിലപ്പോൾ വരുന്ന സോഷ്യോ എക്കണോമിക് സിറ്റുവേഷൻസ് ഒന്നും അതായിരിക്കില്ല, പക്ഷെ
ഞാൻ വളർന്നതും നാട്ടിലല്ല ഞാൻ വളർന്നത്. അപ്പൊ ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ എനിക്ക് പോലും നാട്ടിൽ വളർന്ന ഒരു കുട്ടിയുടെ ആ ഒരു മാനസികാവസ്ഥ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കുട്ടികൾ എവിടെ വളരുകയാണെങ്കിലും അവരുടെ ആ ഒരു കോർ ഫിയേഴ്സ്, അവരുടെ ഡിപ്പെൻഡൻസി ഓൺ ദർ പേരൻസ് ഒക്കെ ഭയങ്കര സിമിലർ ആയിരിക്കും, അത് എവിടെ വളർന്നാലും. അപ്പൊ ഹ്യൂമൻ ഇമോഷൻസ് യൂണിവേഴ്സലി കുറെ ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ട്. അത് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫിലിം മേക്കറുടെ സക്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻ ദ ബോയ് എന്നെ സംബന്ധിച്ച് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ഈവൻ സ്ത്രീകൾക്ക്, അമ്മമാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും ഒരു കുട്ടിയോ അമ്മയായിട്ട് റിലേഷൻഷിപ്പില്ലാത്ത ആൾക്കാരുണ്ടാവില്ലല്ലോ നമ്മുടെ ലോകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു മെജോറിറ്റി ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈഗ എന്നുള്ള സിനിമ രാജമൗലി ചെയ്തപ്പോൾ രാജമൗലി ഒരു ഈച്ചയെ വെച്ചിട്ട് വരെ പടം ഒരു ഭയങ്കര പാൻ ഇന്ത്യൻ ലെവൽ സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ഡയറക്ടറാണ്. അതുപോലെ എനിക്കൊന്ന് ചിദംബരത്തിന് അങ്ങനെ ഇന്ന ആക്ടർ കിട്ടിയാലേ എനിക്ക് പടം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതൊന്നുമില്ല. പുള്ളി പുതിയ ആൾക്കാരെ വെച്ചിട്ട് ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനോ ഒഴിച്ച് വേറെ നമുക്ക് അറിയുന്ന ഒരു ആക്ടറും അല്ലെങ്കിൽ ഭയങ്കര സീസൺ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ല. പുള്ളിയുടെ ചിദംബരത്തിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ജീൻ ലാൽ, മറ്റേ മഞ്ഞുമൽ ബോയ്സിലുണ്ട് ലാലിന്റെ മകൻ, ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഗിരീഷ് ഏടി, പ്രേമലുവിന്റെ ഡയറക്ടറിനകത്ത് നല്ല ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ലീഡ് ക്യാരക്ടർ അഭിനയിച്ച സ്ത്രീയും ആ കുട്ടിയും ഐ തിങ്ക് ആർ ന്യൂ കമേഴ്സ്. എന്നിട്ട് വരെ ആ പടം, പിന്നെ ഒരു അമ്മൂമ്മയുണ്ട്, ഇവരൊക്കെ കൊണ്ട് നല്ല രീതിയിൽ അവരുടെ ബെസ്റ്റ് പെർഫോമൻസസ് എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറയില്ല, അത് ആ ഒരു ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. പല റിവ്യൂസ് നമ്മൾ അവരെ റിവ്യൂ കേൾക്കുമ്പോൾ അവർ പറയും ഈ ആക്ടേഴ്സ് വന്ന് കിടുക്കി എന്ന് പറയും. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പുതിയ പുതിയ ടാലന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിന് വേണ്ട സ്പേസ് കൊടുത്ത് അവരെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ അതൊരു ഡയറക്ടറെ ഒരു എബിലിറ്റിയാണ്. കാരണം ആ സ്ക്രിപ്റ്റും ആ സ്റ്റോറിയും ആ ഒരു അവന്യൂം അവർക്ക് ഇല്ലെങ്കിൽ, പെർഫോം ചെയ്യാൻ ആ ഒരു സ്റ്റേജ് അവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ, നമ്മൾ ഈ ഇത്രയും ടാലന്റ് ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ടാലന്റ് ഒന്നും അറിയാതെ പോകണം. നമ്മൾ ഈ ഹീറോ വർഷിപ്പും നമ്മൾ ഈ വലിയ ഫാൻ ക്ലബ്സ് ഒക്കെ തുറന്നു വെച്ച് 10, 30, 40 കൊല്ലമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ തന്നെ വാഴ്ത്തി പാടി അവരെ ദൈവങ്ങളാക്കി വെച്ച്, അത് നല്ല അവർക്ക് കഴിവില്ല എന്നൊന്നുമല്ല, പക്ഷെ അതുപോലെ തന്നെ അവരെ പോലെ തന്നെ കഴിവുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊന്നും അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് ആക്ച്വലി അവരെ നമ്മൾ അറിയപ്പെടാതെ പോകുന്നതിന് ഒരു വലിയ കാരണം. കാരണം അത്രയധികം വേൾഡ്സ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലേറ്റഡ്, അത് വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ഇത്രയും ടാലന്റ് ഉണ്ട് എന്നുള്ളത് അതൊരു സർപ്രൈസ് ഒന്നുമല്ല, അത് ഉള്ളൊരു കാര്യമാണ്. അതിനെ നമ്മളത് ടാപ്പ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അപ്പോൾ ബേസിക്കലി ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാലൻ എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു നോവൽ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലത്തെ ഒരു സിനിമ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് കാണണം, ഇത് തിയേറ്ററിൽ തന്നെ കാണണം. ഇത് അറ്റ്മോസ്ഫിയർ ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റത്തിൽ തന്നെ സുഷിന്റെ ഈ വർക്ക് കാണണം, ചിദംബരത്തിന്റെ ഈ വർക്ക് കാണണം, ഈ ആക്ടേഴ്സിന്റെ ഈ പെർഫോമൻസസ് കാണണം. അത്രയും നന്നായിട്ട് പടം ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് വരെ ഹുക്ക് ചെയ്തിരുത്തി അതിന് നമ്മുടെ മൊത്തം ജേർണി ആ ഒരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പടമാണ് ബാലൻ ദ ബോയ്. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു സിനിമയായിട്ട് തോന്നും, ഒരു ഭയങ്കര ത്രില്ലർ മോഡൽ, ഒട്ടും ബോറടിക്കാതെ തോന്നുന്ന ഒരു ഭയങ്കര ക്രിസ്പായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഫസ്റ്റ് ഹാഫും, സെക്കൻഡ് ഹാഫിൽ അത് വേറൊരു പടം തന്നെയാണ് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫും. പക്ഷെ അതിനെ രണ്ടിനെയും കൂടെ ഭയങ്കര അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിനെ സ്റ്റിച്ച് ചെയ്ത് അതൊരു കംപ്ലീഷൻ നമുക്ക് ആ പടം അവസാനം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. നമ്മളത് ഹോണ്ട് ചെയ്യും. ഞാൻ കരഞ്ഞു പോയി പടം കണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നൊക്കെ ഇങ്ങനെ കണ്ണീരിങ്ങനെ മറ്റേ റിവർ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊക്കെ ഇന്റർവെല്ലിന്റെ സമയമൊക്കെ ആയപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇടുമ്പോൾ നാട്ടുകാർ കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേറെ കോൺസെപ്റ്റ് ആയിട്ട് ഇങ്ങനെ തുടച്ചൊക്കെയാണ് ഇരുന്നത്. കാരണം അമ്മാതിരി ഞാൻ കരഞ്ഞു സത്യം പറഞ്ഞു ഈ പടത്തിൽ ഞാൻ റീസെന്റ് കരഞ്ഞൊരു പടം എന്ന് പറഞ്ഞ ബാലൻ തന്നെയാണ്. അതൊക്കെയാണ് എനിക്കൊരു ഫുൾ ലെങ്ത് റിവ്യൂവിൽ പറയാനുള്ളത്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഇൻസ്റ്റയിൽ ഒരു ഷോർട്ട് റിവ്യൂ ചെയ്തിരുന്നു, പക്ഷെ അതിലൊന്നും നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് ഹ്യൂമൻ ഇമോഷൻസിനെ, നമ്മുടെ ഉള്ളിലുള്ള പേടികളെയും നമ്മുടെ ഉള്ളിലുള്ള ഫിയേഴ്സിനെയും നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നൊരു സിനിമയാണ് സത്യം പറഞ്ഞാൽ. അടുത്ത കാലത്തൊന്നും ഇത്രയും എനിക്ക് വർക്കായിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ മുൻപ് പറഞ്ഞാൽ ചിദംബരത്തിന്റെ സിനിമ ആയതുകൊണ്ടും അതിന്റെ ട്രെയിലർ ഞാൻ കുറെ ഇരുന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടും ഭയങ്കര അമിതമായിട്ടുള്ള എക്സ്പെക്ടേഷൻ കൊണ്ട് തിയേറ്ററിൽ പോയി ഇനി ട്വിസ്റ്റ് ഉണ്ടാവും, അവിടെ ടോൺ ഉണ്ടാവും, ത്രില്ലർ ആയിരിക്കും, ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ മൂഡിലുള്ള പടമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയതുകൊണ്ട് എനിക്ക് പറഞ്ഞ 100% സാധനം ഒരു 5% താഴത്തേക്ക് വന്നു. കാരണം ഇത് കുറെ കൂടെ ഒരു ഇമോഷണൽ ജേർണിയാണ്. കരയാൻ റെഡി ആയിട്ട് പോവുക, ബി റെഡി ടു ബി വൗഡ്, ബി റെഡി ടു ബി സ്കേർഡ്, ബി റെഡി ടു ലെറ്റ് യുവർ ഇമോഷൻസ് ഔട്ട്. അവിടെ ആരും ജഡ്ജ് ചെയ്യാനില്ലാതെ ഇരുന്ന് അങ്ങോട്ട് കരയുകയും ചിരിക്കുകയും വിഷമിക്കുകയും പേടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമ, അതാണ് ബാലൻ ദ ബോയ്.